നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ ഇതിനിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തങ്ങളുടെ ജയസാധ്യതകൾ എങ്ങനെ ഉറപ്പിക്കാം, എങ്ങനെ സ്ഥാനാർത്ഥിയെ എവിടെയൊക്കെ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ നിർത്താം എന്നൊക്കെയുള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പോ BJP കൃത്യമായി അവരുടെ രാഷ്ട്രീയം പറഞ്ഞു. മോദിയെ കൊണ്ടാണ് അവര് പല സ്ഥലങ്ങളിലും ജയിക്കുന്നത്. അത് തന്നെ കേരളത്തിലും പ്രയോഗിക്കാൻ അവർ തീരുമാനിച്ചു. അപ്പോൾ ഇപ്പൊ ബീഹാറിലടക്കം മോദിയുടെ റാലികൾ പലപ്പോഴും അവരെ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കൊന്നും തമിഴ്നാട്ടിൽ അതത്ര ക്ലച്ച് പിടിച്ചിട്ടില്ല. ബാക്കിയുള്ളിടത്തെല്ലാം അത്യാവശ്യം മോദി റാലികൾ ക്ലച്ച് പിടിച്ചിട്ട് തൃശ്ശൂരിലടക്കം. ഇത്തവണ കേരളത്തിൽ മോദിയെ വരുത്തിക്കൊണ്ട് ഒരു നീക്കത്തിന് അവർ ശ്രമിക്കുന്നുണ്ട്. മാത്രമല്ല ഈ വട്ടിയൂർക്കാവ്, നേമം, കൊല്ലം, കായംകുളം, ആലപ്പുഴ ഒക്കെ ഉള്ള മണ്ഡലങ്ങളിൽ കൃത്യമായ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് മുന്നോട്ട്. കാരണം ഒരു കോർപ്പറേഷൻ കിട്ടിയതിന് ശേഷം BJPക്ക് വല്ലാത്തൊരു ആത്മവിശ്വാസമുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്ങനെ കാണാം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഒരു മുന്നേറ്റത്തെ? BJPയുടെ മുന്നേറ്റം 41 ദിവസം നരേന്ദ്രമോദി ഇവിടെ വരും. നരേന്ദ്രമോദി ഇവിടെ വരുന്നത് ചുമ്മാ ഈ ബാബാ ബാബാ ബ്ലാ 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 പറയാനല്ല. തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതി ഉണ്ടല്ലോ, സമഗ്രമായി പഠിച്ചിട്ട് നമ്മളെക്കാൾ ചുവ തിരുവനന്തപുരത്തിനെ കുറിച്ച് അറിവ് നേടിയിട്ടേ വരൂ. അദ്ദേഹം കണ്ടില്ലേ, അദ്ദേഹം വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് ഓരോ രാജ്യത്തെ ചെല്ലുമ്പോഴും അവരുടെ ഭാഷയിൽ ആദ്യത്തെ വാക്ക്, ആദ്യത്തെ ഒരു അഭിസംബോധന പഠിച്ച് ഹോംവർക്ക് ചെയ്തിട്ടാണ് പുള്ളി ഈ തിരുവനന്തപുരം എന്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നേടും എന്നുള്ളത് ശരിക്കും സ്റ്റഡി ചെയ്യും. കഴിഞ്ഞ ദിവസമല്ലേ 3 ദിവസമാണ് ചീഫ് സെക്രട്ടറിമാരുമായിട്ട് സംഭാഷണം പ്രധാനമന്ത്രി നേരിട്ട് നടത്തുക. മനസ്സിലായില്ലേ? എന്തിന്? നമ്മുടെ ബജറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി. ധനകാര്യമന്ത്രിക്ക് വിട്ടാൽ പോരെ, നേരിട്ട് പുള്ളി ചർച്ച ചെയ്യുക. കാരണം 2047 നമ്മുടെ രാജ്യം വികസിതമാക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രണമാണ് നടക്കുന്നത് എന്ന് പറയുന്നത്. തിരുവനന്തപുരത്തിനെ കുറിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ പ്രവർത്തനം അറിയാമോ അന്നിക്ക്? നമ്മുടെ എല്ലാം പരാതികൾ കേൾക്കും. അതിനുള്ള സോഫ്റ്റ്വെയർ ഉണ്ട്. ആ പരാതി ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ 2 ദിവസത്തിനകം ആ പരാതി പരിഹരിച്ചതിൻ്റെ മറുപടിയുമായിട്ട് അവിടുന്ന് നമ്മളെ വിളിക്കും. നമ്മൾ ഏത് ഭാഷ, മലയാളമാണെങ്കിൽ മലയാളത്തിൽ സംസാരിക്കും അവിടുത്തെ ആൾ. മനസ്സിലായോ? ഏത് ഭാഷയിൽ നിങ്ങൾ പരാതി കൊടുക്കുന്നു ആ ഭാഷയിൽ നിങ്ങളോട് സംസാരിക്കാൻ ആളുണ്ട്. ഞങ്ങൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നു, പരാതി പരിഹരിച്ചോ, നിങ്ങളുടെ പരാതി തീർന്നു, ഇനി അത് ഇല്ല തീർന്നില്ല, ഇപ്പോഴും കിടക്കുന്നേ ഉള്ളൂ. വീണ്ടും ഒരു 3 ദിവസം കഴിയുമ്പോൾ വിളിക്കും. നമ്മളെ വിടത്തില്ല, പരാതി പരിഹരിക്കുന്നവരെ. അതാണ് പ്രിയംസ് ഓഫീസ്. അവിടെ അവർക്ക് ഗ്രീവൻസ് സെല്ലാണ് അവിടെ പരാതി പരിഹരിക്കാൻ. അല്ലാതെ ഇങ്ങനെ നമ്മളെ പറ്റിക്കുന്ന പരിപാടിയില്ല എന്ന് പറയുന്നത്. ഫോളോ അപ്പ് ടു ദി എൻഡ്, ഹി വിൽ ഫോളോ അപ്പ് ടു ദി ഫിനിഷ് എന്നുള്ളതാണ് അവരുടെ രീതി. അതുപോലെ തിരുവനന്തപുരം ബാഴ്സലോണ മോഡൽ നടത്തുന്ന ഒരു മഹാൻ പറഞ്ഞായിരുന്നല്ലോ, അദ്ദേഹം ഇപ്പോഴും MP ആയിട്ടുണ്ടല്ലോ. ബാഴ്സലോണ മോഡൽ ഞാൻ നടപ്പാം, പറച്ചിലല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇതേ പുള്ളി തന്നെ, ശശി തരൂർ തന്നെ തുറന്നു പറയാം, മ്യൂസിയത്തിനകത്ത് ഫ്രീ വൈഫൈ ഏർപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ സെർവറില്ല, സാധനമില്ല, പൈസ അടച്ചിട്ടില്ല. മനസ്സിലായി? ഇതുപോലൊക്കെയാണ് ഇവർ സേവനം ചെയ്യുന്നത്. ഇത് അങ്ങനെ ആയിരിക്കില്ല. നോക്കിക്കോ, തിരുവനന്തപുരം നഗരം മുഴുവൻ ഫ്രീ വൈഫൈ വരും. മ്യൂസിയം മാത്രമല്ല, തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ എന്നു മാത്രമല്ല ശൗചാലയങ്ങൾ വരും. ഇപ്പോൾ വഴിയിൽ നിന്ന് മൂത്രം ഒഴിക്കേണ്ട ആവശ്യം സ്ത്രീകൾക്ക് വിമിഷ്ടപ്പെടേണ്ട ആവശ്യം വരില്ല, ഉണ്ടാവും. എൻ്റെ ഒരു ഐഡിയ പറയുകയാണ്. അത്യാവശ്യമുള്ള എല്ലാ മാലിന്യം മുഴുവൻ മുക്തമാക്കാൻ നടപടികളുണ്ടാവും. ഇതിനൊക്കെ പുറമെ എനിക്ക് തോന്നുന്നത് ഇവിടെ ഇപ്പം ശാസ്താമംഗലത്തുമൊക്കെ ആണല്ലോ ഇപ്പം മുനിസിപ്പാലിറ്റി ഓഫീസും ഒക്കെ വെച്ചുള്ള കടിപിടി കൂടുന്നത്. കോർപ്പറേഷൻ്റെ ആഭിമുഖ്യത്തിൽ നല്ല ഒന്നാന്തര ഒരു ബഹുനില മന്ദിരം അവിടെ വരും. നഗരത്തിലേക്ക് വരുന്നവർക്ക് താമസിക്കാൻ വേണ്ടി മിതമായ നിരക്ക്. ഇപ്പോൾ റെസ്റ്റ് ഹൗസ് ഉണ്ട്, അത് എത്ര പേർക്ക് താമസിക്കാൻ പറ്റും? ഗസ്റ്റ് ഹൗസ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമേ പറ്റൂ, അവർ വഴിയെ പോകാൻ പറ്റും. ഇവിടെയൊക്കെ താമസത്തിനുള്ള സൗകര്യം, വന്ന ആളുകൾക്ക് അലഞ്ഞു തിരിഞ്ഞ് കണ്ട വൃത്തികെട്ട ഹോട്ടലുകളിൽ പോയി താമസിക്കേണ്ട ആവശ്യം, അതും കൊടും വാടകയ്ക്ക്. ഇതെല്ലാം മാറ്റിയെടുക്കും. ശുദ്ധജലം 24 മണിക്കൂർ. പൈപ്പ് പൊട്ടുന്ന പരിപാടികൾ കംപ്ലീറ്റ് അവിടെ നിർത്തലാക്കും. പിന്നെ കേബിളുകൾ ഇപ്പോഴും പലതും ആകാശത്തിൽ കൂടെ പോകുന്നത് അല്ലേ, മേളിൽ കൂടെ മുഴുവൻ അണ്ടർഗ്രൗണ്ട് കേബിൾ. ഒരു ചുരുക്കി പറഞ്ഞ ഒരു വിദേശ നഗരം. നമ്മളിപ്പോൾ ദുബൈയിലോ യൂറോപ്യൻ മോഡൽ അബുദാബിയിലോ ഒക്കെ പോകുന്നത് പോലെ റോഡുകളുടെ എല്ലാം വീതി കൂട്ടി നല്ല ഒന്നാന്തരമായിട്ട് പോളിഷ് ചെയ്ത പോലെ, നമ്മുടെ ഈ തറ പോലെ ടൈൽസ് വെച്ചിരിക്കുന്ന പോലെ വൃത്തിയായിട്ട് മിനുസമായിട്ടിരിക്കുകയാണ് സൗകര്യം. വഴിയോരങ്ങളിലെല്ലാം ഡസ്റ്റ്ബിന്നുകൾ. മാതൃകാ നഗരമാക്കി മാറ്റും. അതോടുകൂടി ഒരു 4 മാസം കൊണ്ട് അതിൻ്റെ ഒരു മാറ്റം നമുക്ക് കാണാം. പ്രധാനമന്ത്രി അവിടെ വന്നിട്ട് അവരുടെ ടൗൺ പ്ലാനിങ്ങിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും കേരളത്തിലാകമാനം ആവേശം ജനിച്ചു കഴിഞ്ഞു. അദ്ദേഹം വലിയൊരു ആവേശമാണ്, ഒരു കരിസ്മാറ്റിക് ലീഡറാണ്. അതിൻ്റെ ആവേശത്തിൽ 4 മാസം കഴിഞ്ഞ് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ കോർപ്പറേഷനെ ഒരു BJP മോഡലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്.
ഈ മോഡലിൻ്റെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ നടക്കും. ഇനി ഇതുവഴി ഇതൊക്കെ നടക്കും എന്നൊരു വിശ്വാസം വന്നു കഴിയുമ്പോഴാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഇപ്പോ സതീശൻ ഇപ്പൊ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള യുവത്വങ്ങൾക്ക് അവര് കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കും, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പരിഗണന. മറ്റൊന്ന് പറയുന്നത് പിന്നെ വിരമിക്കേണ്ടവർ വിരമിക്കണം, 10 വർഷത്തിനകം താൻ വിരമിക്കും, 10 വർഷം കഴിയുമ്പോൾ താൻ വിരമിക്കും. മാത്രമല്ല കോൺഗ്രസിൽ പെരുന്തച്ചൻ കോംപ്ലക്സ് പാടില്ല. അപ്പൊ അങ്ങനെ ഉള്ളവർ ഉണ്ട് എന്ന് സതീശൻ പറയാതെ പറയുന്നുണ്ട്. ഇപ്പൊ രാവിലെ കാർത്തിക് സാർ പറഞ്ഞതുപോലെ 170 മുതിർന്ന നേതാക്കൾ ഉള്ളിടത്ത് ഇവരെവിടെയാണ് യുവാക്കൾക്ക് അവസരം കൊടുക്കാൻ പോകുന്നത്? അവിടെയാണ് BJP കുറെയൊക്കെ CPM ആയാലും കുറെയൊക്കെ മാതൃക കാണിക്കുന്നത്. എങ്ങനെയായിരിക്കും ഇവരുടെ ഈ 2 പാർട്ടിക്കിടയിൽ കോൺഗ്രസിനെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ഇന്ത്യയിൽ നരേന്ദ്രമോദിയാണ്. കോൺഗ്രസ് തുടർച്ചയായിട്ട് ഭരിച്ചിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു ഗുജറാത്ത്. ആ ഗുജറാത്തിൽ ഭരണം പിടിച്ചത് മോദിയാണ്. മോദി പിടിച്ചതിന് ശേഷം പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. നമ്മൾ കണ്ടതാണ്. അതേ മോദിയെ കൊണ്ട് കേന്ദ്ര ഭരണം അവർക്ക് പിടിപ്പിച്ചിട്ട് തുടർച്ചയായിട്ട് 3ാമത്തെ തവണയാണ് ഇപ്പൊ ഭരിക്കുന്നത്. കോൺഗ്രസ് ഓരോ ഇലക്ഷൻ കഴിയുന്തോറും താഴേക്ക് പോവുകയാണ്. അങ്ങനെ താഴേക്ക് പോകുന്ന ഒരു കോൺഗ്രസ് അവരുടെ അവസാന തുരുത്തുകളായിട്ട് ഒന്ന് പഞ്ചാബ് അവർക്ക് സ്വാധീനമുണ്ടായിരുന്നു, പക്ഷെ അവിടെ ആം ആദ്മി കൊണ്ടുപോയി. ഡൽഹി അവർക്ക് സ്വാധീനമുണ്ടായിരുന്നു, BJP കൊണ്ടുപോയി. പിന്നെ കേരളമാണ് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ജനങ്ങളെ എല്ലാം തടങ്കലിൽ ഇട്ടിട്ട് പോലും ഒപ്പം നിന്ന കേരളമാണ്. ഇന്ത്യക്ക് എന്താണോ ഇന്ത്യ ചിന്തിക്കുന്നത് അതിന് നേരെ റിവേഴ്സ് ആയിട്ട് ചിന്തിക്കുന്നത് നമ്മുടെ സംസ്ഥാനം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യ വികസനത്തിന്റെ പാതയിൽ മുന്നോട്ട് പോകുമ്പോഴും ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട എന്ന രീതിയിൽ ഞങ്ങൾ രാഷ്ട്രീയ തിമിരവും അടിമത്തവും ഉള്ളവരാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മലയാളികൾ ഈ ഇടതിനെയും വലതിനെയും മാറി മാറി വോട്ട് ചെയ്ത് ജയിപ്പിച്ചു. എന്നാൽ ഇപ്പോൾ സംസ്ഥാന ഇലക്ഷനിലേക്ക് വരുമ്പോൾ തിരുവനന്തപുരം നഗരസഭ BJPയുടെ കയ്യിൽ ഇരിക്കുന്നു എന്നത് മാത്രമല്ല, ഹിന്ദു വോട്ട് ബാങ്ക് സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു ജൈത്രയാത്ര നടത്താവുന്ന 2026 അല്ലെങ്കിൽ അതിനുശേഷം വരുന്ന തെരഞ്ഞെടുപ്പിൽ, അതായത് അടുത്ത ടൈമിൽ അതിന്റെ കരുക്കളെല്ലാം നീക്കിയിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ഇവിടെ VD സതീശൻ പറയുന്ന വാചകം എന്ന് പറയുന്നത് ഞങ്ങൾ യുവാക്കൾക്ക് കൊടുക്കുമെന്ന്. എന്റെ ഓർമ്മയിൽ അല്ലെങ്കിൽ നമ്മളുടെ എല്ലാവരുടെയും ഓർമ്മയിൽ എത്രയോ തവണ കേട്ട വാചകമാണ്. യൂത്ത് കോൺഗ്രസ്സുകാർ എത്രയോ തവണ ഇത് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട്. എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? ഇവിടെ 179 പ്രതിനിധികളാണ് വയനാട്ടിൽ ഇവിടത്തെ 93 സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുന്നതിനെ കുറിച്ച് തീരുമാനം എടുക്കാനായിട്ട് ചെല്ലാൻ പോകുന്നത് മുതിർന്ന നേതാക്കൾ. എന്നിട്ടാണ് ഇവർ പറയാ താഴെ തട്ടിൽ നിന്നും പിന്നെ എന്തൊക്കെയാ പിന്നെ സ്ത്രീകൾക്കും സ്ത്രീകൾക്കും നല്ല കോമഡിയാണ്. മുതിർന്ന സ്ത്രീകൾക്കും മറ്റേ യുവതികൾക്കും ഒക്കെ പരിഗണന. ലതിക സുഭാഷ് എന്നൊരു പേര് കേട്ടിട്ടുണ്ടല്ലോ. അവരവസാനം മുട്ടയടിച്ച് പ്രതിഷേധിക്കേണ്ടി വന്നു. കോൺഗ്രസ് സ്ത്രീകൾ കൊടുക്കുന്ന പ്രാതിനിധ്യത്തിന്റെ ജീവിക്കുന്ന ഉദാഹരണമാണ് അവര്. സ്വാഗതം കോംപ്ലക്സ് അത് കുറെ കാലം കൊണ്ട് കേൾക്കുന്നുണ്ട്. ഇതിന്റെ രസം എന്താണെന്ന് അറിയാമോ? ഇപ്പൊ ലതിക സുഭാഷ് സ്വാഗതം ചെയ്തിരിക്കുക കോൺഗ്രസിന്റെ തീരുമാനത്തെ. ഞാൻ ഈ മുണ്ടനം ചെയ്ത് എനിക്ക് വേണ്ടിയായിരുന്നില്ല, സ്ത്രീകൾക്ക് പൊതുവെ വേണ്ടിയായിരുന്നു. എന്നിട്ടാണ് പാർട്ടി മാറിയിട്ട് അവിടുന്ന് ഒരു സ്ഥാനം വനം വികസന കോർപ്പറേഷന്റെ ചെയർപേഴ്സണായിട്ടിരിക്കുക. അവിടെ അവരിരുന്നുകൊണ്ട് ചെയ്ത കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക്. പരിശുദ്ധരായിട്ട് തന്നെ ഇരിക്കുകയാണല്ലോ. ഓക്കെ, ആ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ അഴിമതിയുടെ കാര്യത്തിൽ വ്യക്തിയല്ല ചെയ്യുന്നത്. ഒരു സ്ത്രീ അവർക്ക് നേരിട്ടൊരു അനുഭവം പറഞ്ഞാണ്. അവർക്ക് ഒരു വീട് കിട്ടാൻ വേണ്ടി അപ്പോൾ അവരെന്താണ് മറുപടി പറഞ്ഞതെന്നുള്ളതുണ്ട്. ലതിക സുഭാഷ് ഇത് കേൾക്കുന്നെങ്കിൽ ഞാനിത് പൊതുസദസ്സിൽ പറയുന്നില്ല, പക്ഷേ എങ്ങനെ ഒരു വ്യക്തിത്വമാണ് പൊതുജനത്തിന് വേണ്ടി സേവനം ചെയ്യുന്ന ഒരാളെന്നുള്ളത് മനസ്സിലാക്കാം. അവർ സ്വയം ഒന്ന് ആത്മപരിശോധന നടത്തിയാൽ മതി. അങ്ങനെ ലതിക സുഭാഷിന് ഇപ്പോൾ കോൺഗ്രസിലേക്ക് ഒന്ന് വന്നാക്കുള്ള സ്ത്രീകൾക്ക് സ്ഥാനം കിട്ടുകയാണെങ്കിൽ എനിക്ക് ഒരു MLA സ്ഥാനം കിട്ടുമല്ലോ എന്നുള്ളൊരു വിചാരത്തോട് കൂടി കോൺഗ്രസിനാണല്ലോ ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ വന്നിരിക്കുന്നത്. അപ്പൊ കോൺഗ്രസിൽ വെച്ച് മത്സരിച്ച് കഴിഞ്ഞാൽ കിട്ടുമെന്നുള്ളതാണ്. മറ്റേത് പോയി എന്നുള്ളത് മനസ്സിലാക്കി അപ്പോഴാണ് കപ്പലിൽ നെലികളാണല്ലോ ആദ്യം ചാടുന്നത്. അതുപോലെ പക്ഷേ ഒരു കാര്യം കൂടെ പോയിട്ടുണ്ട്. അതായത് 97 സീറ്റിലാണ് കോൺഗ്രസ് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചത്. 97 കിട്ടിയത് എത്ര? 21 എണ്ണമാണ് കിട്ടിയത്. ഇപ്പോഴത്തെ പ്ലാൻ അനുസരിച്ച്, ഈ കോൺക്ലേവിലെ പ്ലാൻ അനുസരിച്ച് ഇപ്പൊ എന്താ തീരുമാനം എന്നറിയാമോ? ഈ 97 4 പേര്, 4-1 രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കും. ബാക്കി എല്ലാവരെയും നിർത്താൻ തന്നെ ആ തീരുമാനം. ചുമ്മാ അടിച്ചു വിടുക മാഷേത് ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു പരിഗണനയില്ല. എന്നും പറഞ്ഞു ശോഭന ജോണല്ലേ കർണാകരനുമായിട്ട് വളരെയേറെ ആത്മബന്ധം ഉണ്ടായിരുന്ന ഒരു തിരുവനന്തപുരത്തുകാരി ലേഡി CPM-ലേക്ക് പോയത്. ശോഭ ജോണല്ല, അതൊരു ക്രിമിനലാണ്.
ശോഭന ജോർജ്. ശോഭന ജോർജ് ജോർജ്. അവര് പിന്നെ ലണ്ടനിലൊക്കെ അതെ, പോയിട്ട് തിരിച്ചു വന്നു. അവരും എന്തുകൊണ്ട് പോകേണ്ടി വന്നു? ലതിക സുഭാഷ് പറഞ്ഞ അതേ പരാതികളാണ് അവർക്കും ആറ്റുകാൽ പറയാനുണ്ടായിരുന്നത്. പൊങ്കാല ഇടുന്നത് പിണറായി വിജയന്റെ അതെ. ആയുസിന് വേണ്ടിയാണെന്ന് പറഞ്ഞു. ഓർക്കേണ്ട കാര്യമില്ല. അതൊക്കെ തമാശകളെ. വേറൊരു ഭീമൻ രഘു ഉണ്ടല്ലോ, മുഖ്യമന്ത്രിയെ ബഹുമാനിച്ച് എണീറ്റ് ഇങ്ങനെ നിന്നു. ആളുകളുടെ ഇയാളുടെ ഈ ഭീമാകാരമായ ശരീരം കൊണ്ട് ആളുകളുടെ മുഖ്യമന്ത്രിയെ കാണാൻ പറ്റാതെ മറഞ്ഞു നിന്ന മനുഷ്യന് ഒരു സ്ക്രീൻ പോലെ എന്തൊരു വൃത്തികേടായി വരുന്നു അത്. അല്ല, അതല്ലേ ചോദ്യത്തിലേക്ക് ഞാൻ ഒന്ന് ശ്രദ്ധിക്കുകയാണ്. അതായത് സാറേ, ഈ കോൺഗ്രസ് ഈ പറയുന്നത് പോലെയൊക്കെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചല്ലോ. കോൺഗ്രസ് അവര് മത്സരിക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും ഒരു തവണ പോലും താഴെ പോകാതെ ഒരു മാറ്റവും വരുത്താത്ത ഒരു പ്രസ്താവനയുണ്ട്, ഗരീബി ഹഠാവോ. അത് എത്ര തെരഞ്ഞെടുപ്പിൽ അവർ പറഞ്ഞു. പറ്റുമെങ്കിൽ വടക്കേന്ത്യയിൽ ഇപ്പോഴും അവരത് പറയുന്നത്, വടക്കേന്ത്യയിലെ വാദ്യമാണല്ലോ അത്, ദാരിദ്ര്യ നിർമ്മാർജ്ജനം. എന്നിട്ട് നിർമ്മാർജ്ജനം ചെയ്തോ? ഇല്ല. അതേപോലെ കണക്കാക്കിയാൽ മതി ഈ പ്രസ്താവനയും. ഗരീബി ബനാവോ എന്ന് അതിന്റെ അർത്ഥം. വളരെ സമർത്ഥമായിട്ട് 70 വർഷക്കാലം ഇന്ത്യയിൽ ഗരീബി ബനാവോ അവർ ചെയ്തു. ഗരീബി ബനാവോ ദാരിദ്ര്യം ഉണ്ടാക്കി, അതാണ് ചെയ്തത്. അല്ല, എന്തായാലും കാത്തിരുന്ന് കാണല്ലേ, തെരഞ്ഞെടുപ്പ് കഴിയട്ടെ. CPM-ന്റെ BJP-യുടെ ഒക്കെ തന്ത്രങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് അത് നമുക്കൊന്ന് കാണാം. അതെ, തന്നെ പറയുന്ന പോലെ പുതുവർഷത്തിൽ നമുക്ക് കാണാം.